ിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ആലപ്പുഴയിൽ നിന്നും ജി സുധാകരനെ സംബന്ധിച്ചുള്ള വാർത്തയാണ്. ജി സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ കൊള്ളിളക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ ബന്ധപ്പെട്ട് ഓരോരോ സംഭവങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. CPIM ജില്ലാ നേതാക്കളുടെ ഫോൺ കോളുകളോട് പ്രതികരിക്കാതെ ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് പിന്നാലെ CPIM നേതാക്കൾ സുധാകരനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോണിൽ കിട്ടിയില്ല. CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ വിളിച്ചെങ്കിലും ഫോൺ എടുത്തത് ഭാര്യ ഡോക്ടർ ജൂബിലി നവപ്രഭയാണ് എന്നാണ് വിവരം. തൽക്കാലം സുധാകരൻ പ്രതികരിക്കുന്നില്ല എന്നാണ് ഭാര്യ അറിയിച്ചത്. നാളെ ജി സുധാകരൻ മാധ്യമങ്ങളെ കാണാനിരിക്കെയാണ് അനുനയത്തിനായി നേതാക്കളുടെ തിരക്കിട്ട നീക്കവും സുധാകരന്റെ തിരസ്കാരവും. അമൽ സുരേന്ദ്രനാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അമലിലേക്കാണ്. അമൽ, സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എല്ലാം വ്യക്തമാണ്, കൃത്യമായി തന്നെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ താൻ അത്രമാത്രം കടുപ്പിച്ചാണ് എന്നുള്ള കാര്യം അതിൽ ഏകദേശം ഉറപ്പാണ്. അതിന് പിന്നാലെ വലിയ തരത്തിൽ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ തിരിച്ചടിയാണ്, പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ പ്രതിരോധത്തിലാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സുധാകരനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കുക, നാളെ നടത്താനിരിക്കുന്ന വാർത്താ സമ്മേളനം മാറ്റിവെക്കുക എന്നുള്ള ശ്രമമൊക്കെ ആയിരിക്കും. പക്ഷേ സുധാകരൻ അതിനും വഴങ്ങുന്നില്ല എന്ന് തന്നെയാണോ ലഭിക്കുന്ന വിവരം? സ്വാതി, സുധാകരൻ മറുപാളയത്തിലേക്ക് പോയാൽ അത് പാർട്ടിക്ക് ഏൽപ്പിക്കുന്ന ആഘാതം സംസ്ഥാന തലത്തിൽ തന്നെ വലിയ രീതിയിൽ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സുധാകരനെ അനുനയിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പാർട്ടിയിലെ തന്നെ പലരുടെയും ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും അമ്പലപ്പുഴ സീറ്റിനെ ചൊല്ലി ഏറെ നാളുകളായുള്ള തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ സുധാകരന് മത്സര സാധ്യത ഉണ്ട് എന്ന് പലരും നേരത്തെ തന്നെ പറയുകയും സുധാകരനടക്കം മാധ്യമങ്ങളോട് താൻ മത്സരിക്കാൻ ഉള്ള തന്റെ സന്നദ്ധത അറിയിച്ചതുമൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ CPIMന്റെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ, ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ സുധാകരൻ വമ്പെ പരാജയപ്പെടുകയാണ്, അല്ലെങ്കിൽ തഴയപ്പെടുകയാണ് പാർട്ടിയിൽ എന്നൊരു തോന്നൽ സുധാകരനെ ചുറ്റിപ്പറ്റിയുള്ള വൃന്ദങ്ങൾക്കും തോന്നി എന്നത് ഒരു വാസ്തവം തന്നെയാണ്. പ്രത്യേകിച്ചും CPIMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനത്തിൽ പരിഹാസ ചുവയോടുകൂടി സുധാകരനെ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് അതിൽ പ്രകോപിതനായി അങ്ങേയറ്റം രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതും 63 വർഷത്തെ പാർട്ടി ബന്ധവുമായി നിൽക്കുന്ന അങ്ങേയറ്റം പാരമ്പര്യമുള്ള ആലപ്പുഴയിലെ സമുന്നതനായ നേതാവായ സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്ന് പറയുമ്പോൾ പാർട്ടിയുമായി സഹകരിച്ചു പോകാൻ ഇനി താല്പര്യമില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മറുപാളയത്തിലേക്ക് സുധാകരൻ എത്തുമോ എന്നൊരു ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടതും അമ്പലപ്പുഴയിലെ കോൺഗ്രസിന്റെ സീറ്റ് ഇതുവരെയും അതിൽ ആരെ മത്സരിക്കും എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനമായിട്ടില്ല. ആ സീറ്റ് തൽക്കാലത്തേക്ക് അതിലെ സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ മറ്റൊരു സീറ്റ് കൂടി, അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥിത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന പലരോടും കോൺഗ്രസ് നേതൃത്വം അടക്കം ഇതിനോടകം പറഞ്ഞിരിക്കുന്ന മറ്റൊരു സീറ്റ് കൂടി നിങ്ങൾ കണ്ടുവെക്കണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടി പരിഗണിക്കണം എന്നൊരു കാര്യം അറിയിച്ചിട്ടുള്ളതായും പരോക്ഷമായി തന്നെ നമുക്ക് പലരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും ഈ സുധാകരൻ പാർട്ടിയിൽ നിന്ന് അകലുമ്പോൾ, അല്ലെങ്കിൽ ബ്രാഞ്ചിൽ മാത്രമായിട്ട് പ്രവർത്തനങ്ങൾ ഒതുക്കുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ, പ്രത്യേകിച്ചും UDFന്റെ തന്നെ സാംസ്കാരികമായിട്ടുള്ള സമ്മേളനങ്ങളിൽ പലതിലും അദ്ദേഹത്തെ ക്ഷണിക്കുകയും പങ്കെടുക്കുകയും പുരസ്കാരം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അതേസമയം സുധാകരൻ പറയുന്നത് ജില്ലാ നേതൃത്വം തന്നെ ആലപ്പുഴയിൽ ഇത്രകാലം പ്രവർത്തിച്ച, സംസ്ഥാനത്ത് 43 വർഷം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിച്ച ഒരാളെ ജില്ലയിലെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കാതെ CPIMന്റെ ജില്ലാ നേതൃത്വം മാറ്റി നിർത്തുകയാണെന്നും അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം ആചരിക്കുന്ന ഒരു സമയത്ത് തന്റെ വീടിന് സമീപത്തായുള്ള EMS ഹാളിൽ വെച്ച് നടന്ന പാർട്ടി പരിപാടിയിലേക്ക് പോലും തനിക്ക് ക്ഷണക്കത്ത് നൽകിയില്ല എന്ന കാര്യം പറയുന്നത്. അതുപോലെ തന്നെ പുന്നപ്ര വയലാർ സമരത്തിന്റെ സ്മാരകത്തിൽ പുഷ്പാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടി സുധാകരൻ ഒറ്റയ്ക്ക് ഓട്ടോയിൽ വരുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിയിൽ സുധാകരൻ ഒറ്റപ്പെടാൻ തുടങ്ങിയിട്ട് 5 വർഷമായിരുന്നു. 5 വർഷമായും ഈ അവഗണന താൻ സഹിച്ച് ഈ പാർട്ടിയിൽ നിൽക്കുകയാണെന്നും പാർട്ടിയിലെ നേതാക്കളെ ബുദ്ധിമുട്ടിച്ച് ഇനിയും തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊരു സന്ദേശം തന്നെയാണ് സുധാകരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും നാളെ വിശദമായി മാധ്യമങ്ങളെ കാണും എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ വിമർശനം കുറെ കൂടി രൂക്ഷമായാൽ, പാർട്ടിയിലെ വിഭാഗീയത വെളിച്ചത്തായാൽ, പ്രത്യേകിച്ചും ആലപ്പുഴയിലെ വിഭാഗീയതയെല്ലാം കൊടുമ്പിരി കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ശരി അമൽ, എന്തായാലും ഇത്തരത്തിൽ നാളെ എന്തായാലും വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുകയാണ് ജി സുധാകരൻ. എന്തെല്ലാം കാര്യങ്ങളാണ് നാളെ പറയുക എന്ന് നോക്കാം. അനുനയ ശ്രമങ്ങൾ ഒരു ഭാഗത്തു കൂടി നടക്കുന്നുമുണ്ട്. ആ വിവരങ്ങളാണ് അമൽ നൽകിയത്.